സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ മൂടിക്കെട്ടിയ കാലാവസ്ഥ കാണുമ്പോൾ ഒരുപക്ഷെ മനസ്സുകൊണ്ട് നമ്മളൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് കാർമേഘം ഇരുണ്ടു മൂടിയത് കണ്ടാൽ പ്രവാചകൻ വിഷമിക്കാറുണ്ട്. കാർമേഘം കണ്ടാൽ പ്രവാചകൻ ബേജാറോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആകാശത്ത് കാർമേഘം കാണുമ്പോൾ മഴ പെയ്യുമെന്ന സന്തോഷം കൊണ്ട് എല്ലാവരും ആഹ്ലാദിക്കുമ്പോൾ താങ്കളുടെ മുഖത്ത് വിഷമാണ് കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അല്ലാഹു തആല കാർമേഘം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട, അതല്ലെങ്കിൽ മഴ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട സമുദായങ്ങളുണ്ടെന്നാണ്. ദിനംപ്രതി ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പല സ്ഥലങ്ങളിലും 40 ഡിഗ്രിക്ക് മുകളിൽ ചൂട് ഉണ്ടായ വാർത്തകൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരാനിരിക്കുന്നത് അതിരൂക്ഷമായ ചൂടാണ് എന്ന് ശാസ്ത്രീയ ഗവേഷകന്മാർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അഅലം. പണ്ടുകാലത്ത് ഗൾഫ് രാജ്യങ്ങളിലെ ചൂടിനെ കുറിച്ചൊക്കെ കൗതുകത്തോടെയും അതിശയത്തോടു കൂടിയും കേട്ടിരുന്നു നമ്മൾ. ഇന്ന് അവിടെ അനുഭവിക്കുന്ന അതേ ചൂട് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെല്ലാം പ്രകൃതിയുടെ പ്രവർത്തനങ്ങളാണെന്നും കാലാവസ്ഥാ വ്യതിയാനമാണെന്നോ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നതിൻ്റെ മുമ്പ് ഇത്തരമൊരു സാഹചര്യത്തിൽ വിശ്വാസികൾ അറിയേണ്ട, ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഇതെല്ലാം സംവിധാനിച്ചത് അല്ലാഹുവാണ് എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകുക. ഭൂമിയിലെ ചൂടിന് കാരണമായി ഭവിക്കുന്ന സൂര്യനെയും സംവിധാനിച്ചത് അല്ലാഹുവാണ് എന്ന് ഒരു വിശ്വാസി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നുള്ളതാണ്. അശ്ശംസു വൽ ഖമർ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യനും ചന്ദ്രനുമൊക്കെ പടച്ചുണ്ടാക്കിയവൻ അല്ലാഹുവാണ്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ അത് നീന്തിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വ്യവസ്ഥാപിതമായി സംവിധാനിക്കപ്പെട്ട അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ ഭൂമിയും സൂര്യനുമൊക്കെ. ഈ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. ആ സൂര്യൻ ഭൂമിയിൽ നിന്ന് കുറച്ചുകൂടി മുകളിലായിരുന്നുവെങ്കിൽ കൊടും തണുപ്പ് കാരണം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വസിക്കാൻ സാധിക്കൂലെന്ന പഠനങ്ങൾ പറയുന്നത്. ഇതേ സൂര്യൻ അല്പം താഴെയാണെങ്കിൽ, ഈ 15 കോടി മുകളിൽ അതിന് താഴെയാണ് എങ്കിൽ അതികഠിനമായ ചൂട് കാരണം മനുഷ്യന്മാർക്ക് ഭൂമിയിൽ വസിക്കാൻ പറ്റൂല. അതിന് ഭൂമിയിൽ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വസിക്കാൻ പറ്റുന്ന അത്ര കിലോമീറ്ററുകൾക്ക് അകലെയാണ് അള്ളാഹു കൃത്യമായി ഇതിനെ സംവിധാനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഭൂമിയെയും സൂര്യനെയും ഒക്കെ സൃഷ്ടിച്ചതിനും സംവിധാനിച്ചതിനുമൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും വ്യക്തമാണ്. ഇത്രയും കൃത്യമായി ഇവയെ സൃഷ്ടിക്കുവാൻ അള്ളാഹുവിനല്ലാതെ കഴിയില്ല എന്നും അതുകൊണ്ട് ഇവയെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ റബ്ബിന് മാത്രമേ നമ്മുടെ ആരാധനകൾ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ഇത്തരം സൃഷ്ടി വൈഭവങ്ങൾ ബോധ്യപ്പെടുമ്പോൾ, കാണുമ്പോൾ മനുഷ്യർക്കുണ്ടാകേണ്ട ബോധ്യം.
ഇതാണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഒന്നാമതായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, ഒരിക്കലും നമ്മൾ കാലത്തെ പഴിക്കുന്നവരായിട്ട് മാറരുത്. ചൂടുകാലത്ത് ചൂടിനെയും തണുപ്പ് കാലത്ത് തണുപ്പിനെയും ചീത്ത പറയുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെ ചില ആളുകളുണ്ട് അല്ലേ, നാശം പിടിച്ച ചൂട്, ഒടുക്കത്തെ തണുപ്പ്, ഇതെന്തൊരു കാലാണല്ലോ, വല്ലാത്തൊരു കാലം എന്നൊക്കെ പറഞ്ഞ് കാലത്തെ ചീത്ത പറയുന്ന ഒരവസ്ഥ സത്യവിശ്വാസികളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു തആല കൃത്യമായി പഠിപ്പിച്ചു. എന്നാ ഭയങ്കര ചൂട് എന്ന് പറയാം. നല്ല ചൂട് അനുഭവപ്പെടുമ്പോൾ എന്തൊരു ചൂടാണ്, ഭയങ്കര ചൂട്, ചൂട് കാരണം ഭയങ്കര ക്ഷീണം, ഇതൊന്നും തെറ്റില്ല. എന്നാൽ ഒടുക്കത്തെ ചൂട്, നാശം പിടിച്ച ചൂട്, അങ്ങനെ ഒരു പഴിക്കുന്ന അല്ലെങ്കിൽ ചീത്ത പറയുന്ന രൂപത്തിലുള്ള ഒരു സംസാരം ഒരു മുഅ്മിനിന്റെ മുസ്ലിമിന്റെ നാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. കാരണം കാലത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഒരാൾ കാലത്തെ ചീത്ത പറയുമ്പോൾ നാം ചീത്ത പറയുന്നത് പടച്ചറബിനെയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഖാലല്ലാഹു യസുബ്ബു ബനു ആദമ അദ്ദഹർ, ആദമിന്റെ പുത്രൻ മക്കളവർ കാലത്തെ ചീത്ത പറയുകയാണ്. വാനദ്ദഹറു, കാലം ഞാനാണ്. ബിയദിൽ ലൈലു വന്നഹാർ, എൻ്റെ കൈകളിലാണ് എൻ്റെ കൈകളിലാണ് രാവും പകലും ഉള്ളത്. അഥവാ രാവും പകലും നിയന്ത്രിക്കുന്നത്, അതിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഒരാളതിനെ ചീത്ത പറഞ്ഞാൽ പഴിച്ചാൽ അവൻ ചീത്ത പറയുന്നത് എന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, കടുത്ത ചൂടിനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. ഇതൊരു വിശ്വാസി കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ചൂട് കൂടാൻ ഭൗതികമായ പല കാരണങ്ങളും നമുക്കുണ്ടാകാം. പല ശാസ്ത്രകാരന്മാരും ഗവേഷകന്മാരും കാലാവസ്ഥാ നിരീക്ഷകന്മാരൊക്കെ പല കാരണങ്ങളും കണ്ടെത്തുന്നുണ്ടാവാം. എന്നാൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, എല്ലാ കാലത്തും കഠിനമായ ചൂടും കഠിനമായ തണുപ്പും ഉണ്ടാകുന്നതിൻ്റെ കാരണം കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇസ്തഖത്തിന്നാറു ഇലാ റബ്ബിഹാ, നരകം തന്റെ റബ്ബിനോട് ആവലാതിപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഫഖാലത് റബ്ബി അകല ബഅദി ബഅദാ, എന്റെ രക്ഷിതാവ് എന്റെ ചില ഭാഗങ്ങളതാ മറ്റു ചില ഭാഗത്തെ ഭക്ഷിച്ചിരിക്കുകയാണ്. നരകം പറയണം അല്ലാഹുവേ, അല്ലാഹുവേ എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗത്തെ ഭക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആല ഫാദിന ലഹാ ബിനഫസൈൻ, നരകത്തിന് അതിന് 2 നിശ്വാസങ്ങൾക്കുള്ള അനുവാദം കൊടുത്തു. 2 തവണ ശ്വാസം വിടാനുള്ള അനുവാദം അല്ല നരകത്തിന് കൊടുക്കുന്നു. നഫസി ഫി ശിതാഇ വ നഫസി ഫി സ്വൈഫി, ശൈത്യകാലത്ത് ഒരു നിശ്വാസവും ഉഷ്ണകാലത്ത് ഒരു നിശ്വാസവും. ഫഅശദ്ദു മാ തജിദൂന ഫിൽ ഹർരി, കഠിനമായ ചൂട്, നിങ്ങൾ അനുഭവിക്കുന്ന കഠിനമായ ചൂട് അത് നരകം അതിൻ്റെ ശ്വാസം വിടുന്നതാണ്. വഅശദ്ദു മാ തജിദൂന ഫീ സമഹരിയം, നിങ്ങൾ അനുഭവിക്കുന്ന അതിശക്തമായ തണുപ്പ് നരകം അതിൻ്റെ ശ്വാസം പുറത്തേക്ക് വിട്ടതാണ്. അല്ലാഹു തആല അതിന് അനുവാദം കൊടുത്തു 2 പ്രാവശ്യം. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദശ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാ, ചൂട് കഠിനമായാൽ ഫഅബ്രിദു ബിസ്സലാ, നിങ്ങൾ നമസ്കാരം കൊണ്ട് തണുപ്പിക്കണം. നമസ്കാരത്തെ നിങ്ങൾ തണുപ്പിക്കുക. നമസ്കാരത്തെ തണുപ്പിക്കുക എന്നാൽ ദുഹൂർ നമസ്കാരത്തെ അസറിലേക്ക് എന്ത് ചെയ്യാം, ജംഅ് ചെയ്യാൻ ഇസ്ലാമിന് അനുവാദമുണ്ട്. ഫഇന്ന ശിദ്ദത്തൽ ഹർരി ഫീ മിൻ ഫൈഹി ജഹന്നം, നിശ്ചയമായും കഠിനമായ ചൂട് നരകത്തിയുടെ ജ്വാലയിൽപ്പെട്ട ചൂടാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, നരകത്തിലെ കേവലം നിശ്വാസം പോലും ഇത്ര ചൂടാണെങ്കിൽ നരകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് 149 മില്യൺ കിലോമീറ്റർ ദൂരെയാണ് സൂര്യനുള്ളത്. 15 കോടി കിലോമീറ്റർ അകലെ ആ സൂര്യൻ പരലോകത്ത് തൊട്ട് മുകളിലാണ്. നമ്മുടെ തലക്ക് മുകളിൽ കത്തിജ്വലിച്ച് ആ സൂര്യൻ നിൽക്കുമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു. ഇന്ന് ഈ ഭൂമിയിൽ കഠിനമായ ചൂട് അനുഭവിക്കുമ്പോൾ
പ്രിയപ്പെട്ടവരെ, നാളെ മഹ്ശറയിൽ നേരിടാനിരിക്കുന്ന അതിഭീകരവും ഭയാനകവുമായ ചൂടിനെ കുറിച്ചാണ് ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളായ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, തുദ്ന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ. അവസാന നാളിൽ സൂര്യൻ സൃഷ്ടികളോട് അടുക്കുന്നതാണ്. എത്രത്തോളം എന്നാൽ ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ, ഒരു മൈൽ ദൂരെ മനുഷ്യന്റെ മീതെ, അവന്റെ തലക്കുമീതെ സൂര്യൻ അടുക്കും. മഹാനായ സുലൈം ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ അദ്രി മാ യഗ്നി ബിൽ മീൽ അമസാഫത്തിൽ അർളി അമിൽ മീൽ അല്ലദീ തുക്തഹലു ബിൽ ഐൻ. മൈല് കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയിലെ മൈലാണോ അതല്ല കണ്ണിന് സുറുമയിടുന്ന കോലാണോ എന്ന് എനിക്കറിയില്ല. ഒരു കണ്ണിന് സുറുമടുന്ന കോലിന് വലിപ്പത്ര ഉണ്ടാവും. അതാണോ അതല്ല ദുനിയാവിലെ മൈലാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്നാണ്. അതാണെങ്കിൽ പോലും എത്ര അടുത്തായിരിക്കും ആ സൂര്യൻ. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഇത് പറഞ്ഞിട്ട് പറയാണ്, ഫയകൂനുൻ നാസു അലാ ഖദരി അഅമാലിഹിം ഫിൽ അർഖി. ജനങ്ങളതാ പരലോകത്ത് ഒരു ചാണുമീതെ കത്തിജ്വലിക്കുന്ന സൂര്യൻ നിൽക്കുമ്പോ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈൻ. അവർ നെരിയാണിവരെ മുങ്ങിയവനുണ്ടാവും. നെരിയാണിവരെ വിയർപ്പിൽ മുങ്ങിയവനുണ്ട്. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി. കാൽമുട്ടുവരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവനുണ്ട്. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി. അതാ അരക്കെട്ട് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. വമിൻഹും മൻ യുൽജിമുഹു അൽ അർഖു ഇൽജാമാ. ചില ആളുകളെ വിയർപ്പില് അത് മൂടിക്കളഞ്ഞ ആളുകൾ നാളെ പരലോകത്തുണ്ടാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വഅശാറ റസൂലുള്ളാഹ് ബിയദിഹി ഇലാ ഫമി. പ്രവാചകൻ തന്റെ വായിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, ഇതുവരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് വരുന്നതാണ്. അഥവാ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ വിവിധ തരത്തിലാണ് നാളെ പരലോകത്ത് വിയർപ്പിലുണ്ടാവുക. നെരിയാണി വരെ, കാൽമുട്ട് വരെ, ചെവിയറ്റം വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ. തളം കെട്ടിയ വിയർപ്പ് ഭൂമിയിൽ നിന്ന് 70 മുഴം താഴെത്തുന്നതാണ്. ഭൂമിയിൽ നിന്ന് 70 മുഴം താഴെത്തുവോളം അന്ത്യനാളിൽ ജനങ്ങൾ ഉയർത്തുകൊണ്ടിരിക്കും. ഇഹലോകത്തെ കൊടും തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള നരകത്തിന്റെ കാഠിന്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചൂടിന്റെ കാഠിന്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തിയത് എങ്ങനെ അറിയും? തഹ്സബൂന അന്ന നാറ ജഹന്നമ മിസ്ല നാരികും ഹാദിഹി. നരകത്തീ നിങ്ങൾ ഇന്ന് കാണുന്ന ഈ തീ പോലെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നരകത്തിലെ ചൂട്, നരകത്തിലെ തീ നിങ്ങളിന്ന് ദുനിയാവിൽ കാണുന്ന തീയിനെ പോലെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഹിയ അശദ്ദു സവാദം മിനൽ ഖാരി. അത് ടാറിനേക്കാൾ കറുത്തതാണ്. എൻ്റെ സഹോദരങ്ങൾ, ടാറ് അഗ്നിയുടെ കാഠിന്യം നിമിത്തം അതിൻ്റെ നിറം ടാറിനേക്കാൾ കറുത്തു പോയിട്ടുണ്ടാവുന്നതാണ്. അതാണ് നരകത്തിലെ ചൂടിൻ്റെ പ്രത്യേകത, നരകത്തിലെ തീയിൻ്റെ പ്രത്യേകത. ഇന്ന് പ്രിയപ്പെട്ടവരെ, ചൂടുള്ള സമയത്ത് നമുക്ക് ആശ്വാസം പകരാൻ പലതുണ്ട്. പലതും നമുക്ക് മുന്നിലുണ്ടല്ലേ. നല്ല തണൽ കിട്ടും. 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരിക്കല് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരിക്കല് ചില ആളുകളെ അതിശക്തമായ ചൂട് കാരണം ഒരു മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കരയാണ്. അദ്ദേഹം കരഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു, അല്ല എന്തിനങ്ങൾ ആളുകൾ തണലിരിക്കണ കാണുമ്പോൾ എന്തിനാ കരയണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി തരും, ദുനിയാവിലെ ചൂടുന്ന് രക്ഷ കിട്ടാൻ മരത്തിൻ്റെ തണലെങ്കിലും ഉണ്ടാവും. നാളെ പരലോകത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ എന്താ ഉണ്ടാകുന്നതാണ് ഞാൻ കരയാൻ കാരണം എന്നാണ്. ഇവിടെ സഹോദരങ്ങളെ ആശ്വാസമായി തണലുണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്, തണുത്ത വെള്ളമുണ്ട്.
നമുക്ക് വേണമെങ്കിൽ കുളിക്കാൻ പറ്റും അല്ലേ? പല ആശ്വാസങ്ങളും നമുക്ക് ദുനിയാവിലെ ചൂടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ നരകത്തിൽ യാതൊരു ആശ്വാസവും ഉണ്ടാവില്ല. നരകത്തിൽ യാതൊരു സമാധാനവും യാതൊരു ആശ്വാസവും അവിടെ ലഭിക്കൂല. വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ അല്ലെ, ഇടതുപക്ഷക്കാരെന്നാണ്. വഅസ്ഹാബു ശിമാൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ. മാ അസ്ഹാബു ശിമാൽ എന്താണ് ഇടതുപക്ഷക്കാർ? ഫീ സമൂമിൻ വഹമീം, രോമക്കുത്തുകളിൽ തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റിലായിരിക്കും നാളെ നരകത്തിൽ അവരുണ്ടാകുന്നത്. നമ്മുടെ രോമത്തിന്റെ ആ ഹോളുണ്ടല്ലോ, രോമം വരുന്ന ആ ചെറിയ ഹോള്, അതിലൂടെ തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ് നരകത്തിൽ ഉണ്ടാകുക. വഹമീം, ചുട്ടുതളക്കുന്ന വെള്ളത്തിലായിരിക്കും നാളെ നരകത്തിൽ അവരുണ്ടാകുന്നതാണ്. ഇരുണ്ടു കഠിനമായ പുകയുടെ തണലാണ്. ലാ ബാരിദിൻ വലാ കരീം, തണുപ്പില്ലാത്ത മാന്യമല്ലാത്ത തണലാണത്. കരിമ്പുക എന്നാണ്. നരകത്തിലെ തീയിന്റെ കരിമ്പുകയുടെ തണലാണ് നരകത്തിലുണ്ടാവുക. കുടിക്കാൻ സഹോദരങ്ങളെ ലഭിക്കുന്ന വെള്ളത്തിന്റെ പ്രത്യേകത എന്താ? ആമാശയത്തെ തകർത്തു കളയുന്നത്. വസൂഖൂ മാഅൻ ഹമീമാ ഫഖത്തഅ അംആഅഹും, അവർ കുടിക്കാൻ കൊടുക്കുന്നത്, അവർക്ക് നാളെ നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്നത് മാഅൻ ഹമീമാ ഫഖത്തഅ അംആഅഹും, ചുട്ടു തിളക്കുന്ന വെള്ളമാണ് കുടിക്കാൻ കൊടുക്കുക. അതിന്റെ പ്രത്യേകത ഫഖത്തഅ അംആഅഹും എന്നാണ്. അവരുടെ കുടൽമാലകളെ തുണ്ടം തുണ്ടമാക്കി കളയുന്നതാണ് അത് കുടിച്ചാൽ. മുഖം കരിച്ചു കളയുന്ന ചൂടുള്ള മുഹിലെന്ന് ഖുർആൻ പറഞ്ഞു. എന്താ മുഹിൽ എന്ന് പറഞ്ഞാൽ? അവർ വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെടും. അവർ വെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയം എന്താ മുഹില്? ചെമ്പുരുക്കിയത് തന്നെ. ചെമ്പുരുക്കിയ വെള്ളമാണ് അവർക്ക് നാളെ പരലോകത്ത് നരകത്തിൽ വെച്ച് കുടിക്കാൻ കൊടുക്കുക. അതിൻ്റെ പ്രത്യേകത യശ്ഫി അൽ വുജൂഹ്, തൻ്റെ മുഖങ്ങളെ ചുട്ടുകരിച്ചു കളയുന്നതാണ്. അത് കുടിക്കുന്നതോടുകൂടി ഓരോ മുഖം തന്നെ കരിഞ്ഞു പോകും. അതെത്ര ദുഷിച്ചമായ പാനീയമാണ്, ദുഷിച്ചമായ വിശ്രമ സ്ഥലമാണെന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂടൊന്നും ഒരു ചൂടുമല്ല. നരകത്തിലെ ഒരു വിശ്വാസം മാത്രമാണ് നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന ചൂട് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം. എന്നാൽ സ്വർഗക്കാർക്ക് അവിടെ ആശ്വാസമാണ്. നിലക്കാത്ത തണലുണ്ടവർക്ക്. നിലക്കാത്ത തണലിലായിരിക്കും സ്വർഗത്തിലെ ആളുകൾ പ്രവേശിക്കുക. ഇന്നൽ മുത്തഖീന ഫീ ദിലാലിൻ വഗയൂൻ, തീർച്ചയായും മുത്തഖീങ്ങളായ ആളുകളതാ ഫീ ദിലാലിൻ വഗയൂൻ, അവർ തണലിലും അരുവികളിലുമാണ് സ്വർഗത്തിലെ ആൾക്കാരുണ്ടാകുക. സ്വർഗത്തിലെ ആളുകളെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മസലുൽ ജന്നത്തില്ലതീ വഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ഉപമ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, തായ് ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നതാണ് ആ സ്വർഗം. അഖുലുഹാ ദായിമൻ വദില്ലുഹാ, അതിലെ തണലും ഭക്ഷണവും പതിവായതാണ്. അതിലെ തണലും ഭക്ഷണവും അത് കാലാകാലം നിലനിൽക്കുന്നതാണ്. അതിന് അവസാനമല്ല, അത് എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കുന്നതാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു ചൂടോ ഒരു തണുപ്പോ സ്വർഗത്തിലെ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. അവര് മുത്തഖീന ഫീഹാ അലൽ അറായിക്കുന്ന, അവർ അവരുടെ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ, അവിടെ യഥാ കൊടും തണുപ്പോ വെയിലോ അവർക്ക് അനുഭവപ്പെടുകയില്ല. സ്വർഗത്തിൽ വെയിലുമില്ല, അതിശക്തമായ തണുപ്പുണ്ടാവില്ല. നല്ല സുന്ദരമായ ഒരവസ്ഥയാണ് സ്വർഗത്തിലുണ്ടാകുക. അവിടുത്തെ തണലിന്റെ പ്രത്യേകത എന്താ? സ്വർഗത്തിലെ തണലിന്റെ പ്രത്യേകത പ്രവാചകൻ പഠിപ്പിച്ചൊന്നു. ഇന്ന ഫിൽ ജന്നത്തി ലശജറതൻ, തീർച്ചയായും സ്വർഗത്തിൽ ഒരു മരമുണ്ട്. യസീറു റാകിബു ഫീ ദില്ലിഹാ മിഅത ആമിൻ ലാ യഖ്തഉഹാ,
ഒരു യാത്രക്കാരൻ 100 വർഷം സഞ്ചരിച്ചാലും അതിൻ്റെ തണല് മുറിച്ചു കടക്കാൻ സാധിക്കുകയില്ല. അത്ര വിശാലമായ മരത്തിൻ്റെ തണല് നാളെ സ്വർഗത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇത് രണ്ടുമല്ലാത്ത വേറെ ഒന്ന് പരലോകത്തില്ല. ഏതു തിരഞ്ഞെടുക്കണം എന്നുള്ളത് കൃത്യമായി ഞാനും നിങ്ങളും ചിന്തിക്കാം. ഈ ചൂടുള്ള സമയത്ത് പരലോകത്തെ ഓർത്ത് കർമ്മങ്ങൾ അധികരിപ്പിക്കാനാണ് വിശ്വാസികളായ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നോക്കി, ഇസ്ലാമിലെ ആദ്യകാലത്തുണ്ടായ യുദ്ധങ്ങളിൽ പലതും നടന്നപ്പോഴാണ് അതിശക്തമായ ചൂടുള്ള സമയത്താണ് പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത്. ശക്തമായ ചൂട് കാരണം ആളുകൾ പുറത്തിറങ്ങാൻ പോലും മടി കാണിച്ച സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിനോട് തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടത്. കപടവിശ്വാസികളായ ആളുകൾ യുദ്ധത്തിന് പുറപ്പെട്ടില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തിന് പോകുന്ന പല സ്വഹാബാക്കളെയും അവർ ചൂടിൻ്റെ കാര്യം പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുകയാണ്. ഈ കൊടും ചൂടത്താണ് നിങ്ങൾ യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് കപടവിശ്വാസികൾ അവരുടെ യാത്രയെ മുടക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി. അവർക്ക് അനുഭവിക്കാനിരിക്കുന്ന നരകാഗ്നിയുടെ ഉഷ്ണമുണ്ടല്ലോ, നരകത്തിലെ ചൂട് അതിനേക്കാൾ മോശമാണെന്നുള്ളത്, അതിനേക്കാൾ കഠിനമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും പ്രവാചകരെ എന്നാണ്. ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരായിട്ടുള്ള അവിടെ ആ ഇരിപ്പുണ്ടല്ലോ, ആ ഇരിപ്പ് ഫരിഹൽ മുഖല്ലഫൂൻ എന്നാണ്. പിന്തിരിഞ്ഞു നിന്ന ആളുകളെ അവിടെ സന്തോഷിക്കേണ്ടി, അവരെങ്ങനെ സന്തോഷിക്കാണ്. വകരിഹു അയ്യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്വന്തം നഫ്സ് കൊണ്ടും സമ്പത്ത് കൊണ്ടും ജിഹാദ് ചെയ്യുന്നതിനെ അവർ വെറുത്തു. വഖാലു, അവർ പറഞ്ഞ കാര്യം എന്താ? അവർ കണ്ടെത്തിയ കാരണം ലാ തൻഫിറൂ ഫിൽ ഹർരി, ഈ കഠിനമായ ചൂടുള്ള സമയത്താണോ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്? അതുകൊണ്ട് ആരും ഈ ചൂടത്തൊന്നും ആരും യുദ്ധത്തിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് കപട വിശ്വാസികൾ അവരെ മുടക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക അവർക്ക്, നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിലെ ചൂട് അതിനേക്കാൾ കഠിനമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത്തരം കപട വിശ്വാസികൾ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇസ്ലാമികമായ വേഷം ധരിക്കുന്ന ആളുകളോട് ചൂടുകാലത്തൊക്കെ എന്തിനാ അങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് നടക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ചൂടുകാലത്ത് പള്ളികളെ മുടക്കുന്ന ആളുകളുണ്ട്. ഇത്തരം കപടവിശ്വാസികളുടെ കെണിയിൽ പെടുന്ന ആളുകളോട് അള്ളാഹുവിൻ്റെ ഈ വചനാണ് സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിലെ ചൂടാണ് അതികഠിനമായ ചൂട്. 5 നേരത്തെ നമസ്കാരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിനും സുന്നത്ത് നോമ്പുകൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിനും പ്രിയപ്പെട്ടവരെ കഠിനമായ ചൂട് തടസ്സാകരുത്. പല ആളുകളും ശവ്വാലിൽ 6 നോമ്പ് എടുക്കാത്തതിന് കാരണം എന്താണ്? അത് ശക്തമായ ചൂട് കൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല. എത്ര ചൂട് കഠിനമായാലും പിടിച്ചു നിൽക്കാൻ സഹോദരങ്ങളെ നമുക്ക് പറ്റണം. ഈ ലോകത്തെ ചൂട് എത്ര കഠിനമായാലും അത് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ ചൂടങ്ങ് തണുക്കും. രാത്രിയായാൽ ആ ചൂടൊക്കെ കുറയുന്നുണ്ട്. പക്ഷെ പരലോകത്ത് മഹ്ശറയിലെ ചൂട്, നരകത്തിലെ ചൂട് സഹോദരങ്ങളെ ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റൂല. അവിടെ രാവും പകലുമില്ല, എപ്പോഴും ഒരേ സമയമാണ്. കാലാകാലം ആ നരകത്തിൻ്റെ ചൂട് അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹു ആ നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ്, ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ചൂടുകാലത്ത് ഉപകരിക്കുന്ന ഒരുപാട് സൽക്രമങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് നരകത്തിലെ ചൂടിൽ നിന്നുള്ള രക്ഷ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ അറിയുന്ന ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന, പ്രവാചകൻ ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ആതിന, അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.
അല്ലാഹുവേ ഞങ്ങൾക്ക് ഇഹലോകത്തിൽ നല്ലത് തരണമെന്നുണ്ട്. വഫിൽ ആഖിറത്തി ഹസന, പരലോകത്തിൽ നല്ലത് തരണം. വഖിന അദാബന്നാർ, നരകത്തിലെ തീയിൽ നിന്ന്, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥന അധികരിപ്പിക്കേണ്ട ഒരു സമയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പ്രാവശ്യം ഒരാൾ ഇതിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ, മൻ സഅലല്ലാഹു അൽ ജന്ന സലാസ മറ, ആരെങ്കിലും 3 തവണ 3 പ്രാവശ്യം ആരെങ്കിലും സ്വർഗത്തിലേക്ക്, ആരെങ്കിലും സ്വർഗപ്രവേശനം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കാലത്തിൽ ജന്നാണ്, സ്വർഗം പറയും അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ആ മനുഷ്യനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. ചോദിക്കുമ്പോൾ 3 വട്ടം ചോദിക്കാം. ആരെങ്കിലും നരകത്തെ തൊട്ട്, നരകത്തിൽ നിന്ന് ആരെങ്കിലും 3 തവണ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചാൽ നരകം പറയും അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, അല്ലാഹുവേ അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. മാത്രമല്ല നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളത് ഇബാദുർ റഹ്മാൻ അഥവാ പരമകാരുണ്യകനായ റബ്ബിൻ്റെ അടിമകളുടെ പ്രത്യേകതയായിട്ട്, വിശേഷണമായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞു. അവർ പ്രാർത്ഥിക്കുന്നതാണ്, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. വല്ലദീന അക്കൂട്ടർ അഥവാ പരമകാരുണ്യകന്റെ അടിമകൾ പ്രാർത്ഥിക്കുന്നവരാണ്. യഖൂലൂന, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നരകത്തിന്റെ ശിക്ഷ ഞങ്ങൾക്ക് നീ ഒഴിവാക്കി തരണമെന്ന്. ഇന്ന അദാബഹാ കാന ഗറാമാ, നിശ്ചയമായും ആ നരകത്തിന്റെ ശിക്ഷയുണ്ടല്ലോ തീരാ നഷ്ടമാണ്. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ, തീർച്ചയായും ആ നരകം വളരെ ചീത്തയാണ്, ചീത്തയായ താവളവും പാർപ്പിടവുമാണ്. ഇത് എപ്പോഴും നമ്മുടെ നാവിലൂടെ വരേണ്ട പ്രാർത്ഥന, പ്രത്യേകിച്ച് സഹോദരങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ കഠിനമായ ചൂടുള്ള സമയത്ത് ഒരു മുഅ്മിനിന്റെ നാവിലൂടെ വരേണ്ട പ്രാർത്ഥന. രണ്ടാമത്തത് അത്യുഷ്ണമായ ദിനത്തിൽ നോമ്പെടുക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പുണ്യമുള്ള കാര്യമായിട്ട് പഠിപ്പിക്കണം. ഈ നോമ്പിന് ളമഉൽ ഹവാജിർ എന്ന് പറയാം. ളമഉൽ ഹവാജിർ എന്ന് ചൂടുകാലത്ത് നോമ്പിന് പറയും. അത്യുഷ്ണമുള്ള ഒരു ദിവസം യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ദുല്ലാഹി ഇബ്നു റവാഹയും നോമ്പെടുത്ത സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹാബികളായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ആയിഷ, അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹും അവരൊക്കെ പലരും ചൂടുള്ള ദിവസം നോമ്പെടുത്തതായി ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മരണാസന്ന നേരത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശങ്ങൾ ഒന്നും തരും. ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിലെ ഒരു ഉപദേശം അസ്യാമു ഫീ ശിദ്ദത്തിൽ ഹർരി ഫി സ്വൈഫ് എന്നാണ്. ഉഷ്ണകാലത്ത് അത്യുഷ്ണ ദിനത്തിൽ നീ നോമ്പെടുത്തു എന്നാണ്. ഒരു വാപ്പ മരിക്കുന്ന സമയത്ത് തൻ്റെ മകന് കൊടുത്ത ഉപദേശത്തിൽപ്പെട്ട ഒരു ഉപദേശം, സൂമു യൗമൻ ശദീദൻ ഹർറഹു ലിഹർരി യൗമിൻ നുശൂർ എന്നാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലെ ചൂടിന് നിങ്ങൾ അത്യുഷ്ണമായ ദിനത്തിൽ നിങ്ങൾ നോമ്പെടുക്കുക. വസല്ലു റകഅതൈനി ഫീ ദുൽമിഹിൽ ലൈലി ലിദുൽമത്തിൽ ഖുബൂർ, ഖബറിലെ ഇരുട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, രാവിൻ്റെ ഇരുളിൽ 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുക. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിഷയം. ചൂടുകാലം സഹോദരങ്ങളെ വിശ്വാസികൾക്ക് കൃത്യമായ പാഠം അതിലുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ വിഷയമാണ് ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് കുടിക്കാൻ വെള്ളം നൽകുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ് ധർമ്മം. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് വന്ന് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ അയ്യു സ്വദഖത്തി അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ ഏതാന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയാണ് സഖയുൽ മാ, വേറൊരാൾ വെള്ളം കുടിപ്പിക്കുക, വേറൊരാൾക്ക് വെള്ളം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കലാണ് ഏറ്റവും നല്ല സ്വദഖ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിക്ക് മറുപടി കൊടുക്കുകയാണ്. ഈ ചൂടധികരിക്കുന്ന സമയത്ത് വെള്ളം ലഭിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ആശ്വാസമാണ്. അത് മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും
സഹോദരങ്ങൾ, ഇത് ആവശ്യമാണ്. മനുഷ്യരാണ് നമുക്ക് എവിടെയെങ്കിലും വെള്ളം അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് കുടിക്കാൻ പറ്റും. പക്ഷികളെ സംബന്ധിച്ച്, മൃഗങ്ങളെ സംബന്ധിച്ച് അത് പ്രയാസകരമായിട്ട് മാറും. നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ പോയ ഒരു വ്യഭിചാരിണിയുടെ കഥ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ പുറത്തൊക്കെ യാത്രക്കാർക്ക് കുടിക്കാൻ ഒരു ബക്കറ്റിലൊക്കെ വെള്ളം വെക്കുക, അല്ലേ? പക്ഷികൾക്ക് കുടിക്കാൻ കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിൽ, അല്ലേ, മരത്തിലോ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ അവർക്ക് കുടിക്കാൻ, പക്ഷികൾക്ക് കുടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു വെള്ളം കരുതി വെക്കുക എന്നുള്ളത് വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷികൾ, മൃഗങ്ങളൊക്കെ അതിൽ നിന്ന് കുടിക്കുമ്പോൾ ധാരാളം പ്രതിഫലം സഹോദരങ്ങൾ നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പ്രിയപ്പെട്ടവരെ, ഈ ചൂടധികരിച്ചൊരു സമയത്ത് മഴയ്ക്കു വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവണം. നമ്മുടെയൊക്കെ ചൂടിൻ്റെ പ്രയാസം നമ്മളൊക്കെ നാവുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ പലരും ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായൊരു അവസ്ഥയാണ്. ആത്മാർത്ഥമായി നമ്മൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുമ്മ അഇദ്ന, ഇത് ഏതൊരു കുട്ടിക്കും പറയാൻ പറ്റിയ വാക്കാണ്. അല്ലാഹുമ്മ അഇദ്ന, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. വളരെ ചെറിയ 1-2 വരികൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒറ്റ വരിയിൽ ഒരു പകുതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഏതാനും വരികൾ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ അഇദ്ന. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നാട്ടിൽ മഴ ലഭിക്കാതിരിക്കാനുള്ള കാരണം പ്രവാചകൻ പഠിപ്പിച്ചു. എന്തുകൊണ്ട് ഒരു സമൂഹത്തിന് നാട്ടിൽ മഴ പെയ്യുന്നില്ല? കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിഷയമാണ്. ഒന്ന് പറഞ്ഞെന്നറിയും, ഇവിടെ നാട്ടിലെ ആളുകൾ അവർ സകാത്ത് കൊടുക്കാത്തവരാണെങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ മഴ ആ നാട്ടിലേക്ക് ഇറങ്ങൂലെന്ന്. രണ്ടാമത് പറഞ്ഞത്, ഇസ്തിഗ്ഫാർ അധികരിക്കാത്തൊരു നാട്ടിൽ, അഥവാ ഇസ്തിഗ്ഫാർ നടത്താത്തൊരു നാട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മഴ അള്ളാഹു തആല തരൂലെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ മഴ പെയ്യാത്തതിൻ്റെ കാരണം ഞാനും നിങ്ങളുമാണ് നമ്മൾ ആലോചിക്കണം. ഞാൻ സകാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിലാണോ നമ്മുടെ നാട്ടിൽ മഴ ലഭിക്കാത്തതെന്നുള്ളത്? ഞാൻ ഇസ്തിഗ്ഫാർ നടത്താത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മഴ പെയ്യാത്തതെന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലൊക്കെ സകാത്ത് കൊടുത്തതിൻ്റെ, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഇസ്തിഗ്ഫാർ നടത്തിയതിൻ്റെ ഫലമായിരിക്കാം. അത് കൃത്യമായി നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക, തിരുത്തേണ്ടടുത്ത് തിരുത്തുക. അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ മഴ നമുക്ക് നമ്മുടെ എല്ലാ നാട്ടിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയൊരു എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിക്കുന്നത്. അള്ളാഹു ഇസ്ലാമിന് അനുകൂലമായ രൂപത്തിലുള്ളൊരു വിധി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനൊക്കെ തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന ഈ രാജ്യത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ഈ രാജ്യത്തിന് പൂർണ്ണമായ സുരക്ഷിതത്വം അള്ളാഹുവെ നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന ശത്രുക്കളെ അള്ളാഹുവെ നീ പരാജയപ്പെടുത്തണം. അള്ളാഹുവെ നിൻ്റെ റഹ്മത്തിൻ്റെ മഴ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. اللهم صيبا نافعا، اللهم صيبا نافعا، اللهم صيبا نافعا. اللهم اسقنا غيثا مغيثا مريعا مريعا نافعا غير ظالم عاجلا غير عاجل. اللهم أغثنا، اللهم أغثنا. اللهم إنا نعوذ بك من غلبة الدين وغلبة العدو وشماتة الأعداء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم رب اجعل هذا بلدا آمنا، اللهم رب اجعل هذا بلدا آمنا يا أرحم الراحمين. ربنا لا تجعلنا فتنة من القوم الظالمين ونجنا برحمتك من القوم الكافرين. اللهم لا تسلط علينا من لا يرحمنا، اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.